ബണ്ടിച്ചോർ വന്നത് ആളൂർ വക്കീലിനെ കാണാനോ അതോ അയ്യപ്പന്റെ കട്ടിളപ്പടി വരെ അടിച്ചു മാറ്റിയ തൻ്റെ മൂത്താപ്പമാരെ കാണാനോ? എന്തായാലും കേരളം വല്ലാതെ മാറിയിരിക്കുന്നു. ഇനി വോട്ട് ചെയ്യുമ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ബണ്ടിച്ചോറിനെ പോലുള്ള മര്യാദയുള്ള നല്ല കള്ളന്മാരെ തിരഞ്ഞുപിടിച്ചാൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് സംരക്ഷിക്കാനെങ്കിലും ആകും. കേരളം ഒന്നാകെ മാറിപ്പോയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ന്യൂയോർക്കിനെയും ലണ്ടനെയും വെല്ലുന്ന അത്രത്തോളം നമ്മൾ മാറിയിരിക്കുന്നു. ഓരോ ദിവസവും വാർത്തകൾ കാണുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ അത് നമുക്ക് അനുഭവവേദ്യമാകുന്നു എന്നുള്ളതാണ്. ബണ്ടിച്ചോർ തൃശ്ശൂരിലെത്തിയിരിക്കുന്നു. അതും പരേതനായ നമ്മുടെ എല്ലാ ഇഷ്ടതോഴനായിരുന്ന ആളൂർ വക്കീലിനെ കാണാനായിട്ടാണ് എന്നാണ് പറയപ്പെട്ടിരുന്നത്. മാസങ്ങൾക്ക് മുമ്പ് ഗോവിന്ദച്ചാമി ജയിൽ കവച്ചു വെച്ചതും ആളൂരിന്റെ കല്ലറയിൽ പ്രാർത്ഥിക്കാനായിരുന്നോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി കൂടത്തായി ജോളിയും ആളൂരിന്റെ കല്ലറയിൽ പ്രാർത്ഥിക്കുവാൻ എത്തുമോ എന്നാണ് നമ്മൾ അറിയേണ്ടത്. കാണാൻ ലേശം ഭംഗിയുള്ളതുകൊണ്ട് ഭാസ്കരക്കാരനവരുടെ മരുമകൾക്ക് കിട്ടിയ പരിഗണന ഏതെങ്കിലും മന്ത്രി ഞരമ്പൻ കൊടുത്താലോ എന്നുകൂടി ജോളിയുടെ കാര്യത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും ഐശ്വര്യമുള്ള അമ്പലങ്ങളിൽ ഒന്നാണ് നമ്മുടെ അയ്യപ്പന്റെ ശബരിമല. യാതൊരു വിവാദങ്ങളും വർഗീയതയുമില്ലാതെ സകലമാന ജനങ്ങൾക്കും ഇഷ്ടമുള്ള ആ സന്നിധാനത്തിന്റെ കട്ടിളപ്പടി വരെ അടിച്ചു മാറ്റിയ നമ്മുടെ ഭരണകൂടം കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലെത്തിയ ബണ്ടിച്ചോറിനേക്കാൾ തെണ്ടികളായിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ മലയാളികൾ ഏറി വന്നാൽ ഒരു അമ്പലത്തിലേക്ക് 1000 രൂപയും ലേശം നാളികേരവും നെയ്യും ഒക്കെ കാണിക്കയായി കൊടുക്കുമ്പോൾ തമിഴനും കന്നഡക്കാരനും തെലുങ്കനും കണ്ണും മൂടിയാണ് പണമറിയുക. അതിൽ കൈയിട്ട് വാരുക മാത്രമേ മലയാളി ചെയ്യുന്നുള്ളൂ എന്നത് മാത്രമാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തുടങ്ങി വാസുവിലും പത്മകുമാറിലും ഇനി മന്ത്രിമാരിലും മുൻ മന്ത്രിമാരിലും അന്വേഷണം എത്തുകയും പിടിക്കപ്പെടുകയും ചെയ്യുമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇനിയുള്ള തിരഞ്ഞെടുപ്പുകളെ നേരിടുവാൻ ഞെട്ടുന്ന ഫ്ലാഷ് ന്യൂസുകൾ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പത്രക്കാരിൽ ഏറിയ പങ്കും അന്വേഷണാത്മക പത്രപ്രവർത്തനം നിർത്തി മരംമുറി ഈസി മണി പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. ഇപ്പോൾ അവർക്ക് ഫ്ലാഷ് ന്യൂസുകൾ കൊടുക്കുവാൻ ധാരാളം പെൺകിടാക്കൾ മത്സരിക്കുകയാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ശബരിമല വിഷയത്തിൽ ടെൻഷൻ ഇല്ലാത്തത് ഇ ഡി അന്വേഷിക്കാൻ എത്തിയപ്പോഴാണ്. ശബരിമല തന്നെ ഇല്ലെന്ന് ഇ ഡി പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഇത്രയധികം അഴിമതികളും കെടുകാര്യസ്ഥതയും നിറഞ്ഞ ഒരു ഭരണം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് നമുക്ക് കാണുവാൻ സാധിക്കുക? യു പിയിലും ബീഹാറിലും ഒരു ഇല നങ്ങിയാൽ കൊട്ടിഘോഷിക്കുന്ന നമ്മുടെ മാധ്യമ പ്രവർത്തകർ കേരളത്തിലേക്ക് എത്തുമ്പോൾ പൊട്ടം കളിക്കുകയാണ്. സർക്കാർ അവരുടേതായിട്ടുള്ള തട്ടിപ്പുകളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾ അവരുടേതായിട്ടുള്ള തട്ടിപ്പുകളുമായിട്ട് മുന്നേറുകയാണ്. ഹൈറിച്ചും ലോറിച്ചും അതുപോലുള്ള സാമ്പത്തിക സ്ഥാപനങ്ങളും കൂണുപോലെ മുളച്ചു പൊന്തുന്ന നമ്മുടെ ഈ മേഖല വല്ലാതെ മാറിയിരിക്കുന്നു. ഇത്തവണ വോട്ട് ചെയ്യുമ്പോൾ ലേശം മര്യാദയുള്ള ആളുകളെ നോക്കി മാത്രം വോട്ട് ചെയ്യുക. കള്ളന്മാരിൽ നല്ലവർ മാത്രം ജയിക്കട്ടെ. കേരളത്തിന്റെ പൊതുവായ ഒരു മര്യാദാ ഘടന എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. പരസ്പര ബഹുമാനവും അയൽപക്ക സ്നേഹവും സാഹോദര്യവും കുടുംബ കൂട്ടായ്മകളും മരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരുടെയും ഓട്ടം പണത്തിന് വേണ്ടി മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. അധികാരത്തിനായിട്ട് ഏത് പാർട്ടിയിലേക്കും ഏത് ചിഹ്നത്തിലേക്കും കാലുമാറ്റം നടത്തുവാൻ പെണ്ണുങ്ങൾ വരെ മത്സരിക്കുന്ന ഈ കാലഘട്ടത്തെക്കുറിച്ചാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കേരളം വല്ലാതെ മാറിയിരിക്കുന്നുവെന്ന്. ബണ്ടിച്ചോറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അയ്യപ്പ സന്നിധിയിൽ നിന്നും സഖാക്കൾ എല്ലാവരും ചിലപ്പോൾ, അതായത് ഇപ്പോൾ നമ്മുടെ വാസുവാണെങ്കിലും പപ്പനാണെങ്കിലും ഒക്കെ ഇനി അടുത്തത് ഗുരുവായൂർ ഭണ്ഡാരത്തിൽ കൈയിട്ട് മാന്താമെന്ന ഉപദേശവുമായിട്ടായിരിക്കുമോ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുന്നത് എന്ന് നമ്മൾ അതിശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ബണ്ടിച്ചോറിന്റെ ഈ വരവിന് പിന്നിൽ എന്തോ ഒരു ലക്ഷ്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തമാശയായിട്ട് നമ്മൾ ഇതൊക്കെ പറയുമെങ്കിലും ഇതിനകത്തൊരു ഗൗരവകരമായിട്ടുള്ള വസ്തുതയുണ്ട് എന്ന് മറക്കാതിരിക്കുക. ബണ്ടിച്ചോർ എന്തുകൊണ്ടാണ് ആളൂർ വക്കീലിനെ കാണാൻ വന്നത്? മരിച്ചു എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വണ്ണമുള്ള ഒരു വക്കീലായിരുന്നു ഈ ആളൂർ എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് ബണ്ടിച്ചോറിന് ഇത് മനസ്സിലാകാതെ വന്നു എന്ന് പറയരുത്. ബണ്ടിച്ചോറിനെ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴും ബണ്ടിച്ചോർ പറയുന്ന ഈ കള്ളത്തെ ആരെങ്കിലും മാനിക്കുന്നുണ്ടോ? അതോ അയ്യപ്പന്റെ കട്ടിളപ്പടി വരെ അടിച്ചു മാറ്റിയ തന്റെ മൂത്താപ്പന്മാരിവിടെ ഉണ്ടല്ലോ എന്ന് അന്വേഷിച്ചു വന്നതാണോ എന്ന് ചിന്തിച്ചാൽ അതിൽ അതിശയോക്തിയില്ല. പക്ഷേ കേരളത്തിനെ ഇങ്ങനെ വല്ലാതെ മാറ്റിയെടുക്കുന്നതിൽ ഈ സർക്കാരിനും ഈ പാർട്ടിക്കുമൊക്കെ വലിയ പങ്കുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എത്രത്തോളം മാറ്റി ചിന്തിക്കാൻ ജനത്തെ പ്രേരിപ്പിച്ചാലും അവസാനം അവരെത്തിച്ചേരുന്നത് ഇതേ പാർട്ടിയുടെ ഇത്തരത്തിലുള്ള വൃത്തികേടിലേക്ക് കൈചൂണ്ടിക്കൊണ്ടാണ്. പക്ഷേ അവർ ചെയ്ത തെറ്റെന്താണ് എന്ന് ജനം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇന്ന് അയ്യപ്പനെ കട്ടവർ നാളെ ഈ ജനങ്ങളെ തന്നെ ഒന്നാകെ മുച്ചൂട് മുടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശബരിമലയെ ഇത്തരത്തിൽ മുച്ചൂട് മുടിച്ചവർ നാളെ ജനങ്ങളെ ഒന്നാകെ ഇനി ഉള്ള കാലത്ത് അത്രത്തോളം
മുച്ചൂട് മുടിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഒരു പേമാരിയും ഒപ്പം തന്നെ കുറെ കൊറോണ കാലഘട്ടവും ഒക്കെ ഉള്ളതുകൊണ്ട് 2021 തിരഞ്ഞെടുപ്പിൽ വല്ലാതെ പരുക്കേൽക്കാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞു ഈ സർക്കാരിന്. അങ്ങനെ പരുക്കുകളില്ലാതെ രക്ഷപ്പെട്ടതുകൊണ്ടും ഒരു തുടർഭരണത്തിന്റെ സാധ്യതയും അതിന്റെ മധുരവും ഒക്കെ ലഭിച്ചതുകൊണ്ടും പിണറായി വിജയനും കൂട്ടരും കരുതിയത് ജനങ്ങൾക്ക് ഇവരോട് സ്നേഹമാണ് എന്നാണ്. എന്നാൽ അകമഴിഞ്ഞ സ്നേഹത്തോടുകൂടി നിങ്ങളെ അധികാരത്തിലെത്തിയപ്പോഴൊന്നും നിങ്ങൾ ജനങ്ങളെ കണ്ടില്ല. പകരം നിങ്ങൾ ഈ ശബരിമലയെ അടക്കം കട്ടുമുടിക്കാൻ ശ്രമിച്ചു, സ്വർണ്ണപ്പാളിയും സ്വർണ്ണക്കള്ളക്കടത്തും നടത്താൻ ശ്രമിച്ചു. ഇങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നത് എന്തെങ്കിലും ചെയ്യുവാൻ ഈ സർക്കാരിന് കഴിഞ്ഞോ? എപ്പോഴെങ്കിലും അതിന് നിങ്ങൾ തുനിഞ്ഞിറങ്ങിയോ? ഇവിടെ വണ്ടിച്ചോരുമാരെ കൊണ്ട് നിറയുകയാണ്. സർക്കാരിലും മന്ത്രിസഭയിലും എന്നുവേണ്ട രാഷ്ട്രീയ കോമാളികളെല്ലാം വണ്ടിച്ചോറുകാരെക്കാൾ മുമ്പന്മാരാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച